പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസമാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ഡൽഹിയിൽ ഒരു ഓഡിയോ സന്ദേശത്തിലൂടെ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള അവസരം ഇന്ത്യ ഒരുക്കിയത്. അത് പക്ഷേ വലിയ പ്രതിഷേധം ബംഗ്ലാദേശിൻ്റെ ഭാഗത്ത് നിന്ന് സൃഷ്ടിച്ചിരിക്കുകയാണ്. കൊലയാളിക്ക് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ അവസരം നൽകിയ ഇന്ത്യയുടെ നടപടി ഞെട്ടിക്കുന്നതാണെന്നാണ് ബംഗ്ലാദേശിൻ്റെ മറുപടി. അപകടകരമായ നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായതെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ബന്ധത്തെ ഈ നീക്കം ബാധിക്കുമെന്നും ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ജനങ്ങളോട് ഇടക്കാല സർക്കാരിനെ പുറത്താക്കണമെന്നും രാജ്യത്ത് ശരിയായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ മുഹമ്മദ് യൂനുസ് സമ്മതിക്കില്ലെന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞിരുന്നു. അഭിലാഷ് വിവരങ്ങൾ പങ്കുവെക്കണം. അഭിലാഷ്, അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിലെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. ക്രിക്കറ്റ് മത്സരങ്ങൾ പോലും തടസ്സപ്പെടുന്ന പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയ ഒരു രാജ്യമെന്ന നിലയിൽ നമ്മളോട് ശത്രുത പറഞ്ഞറിയിക്കാനാവാത്തതാണ്. അത് കുറച്ചുകൂടി വലുതാവുകയാണോ? ഇപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ളൊരു നയതന്ത്ര ബന്ധം അല്ലെങ്കിൽ ഉഭയകക്ഷി ബന്ധമൊക്കെ വലിയ രീതിയിൽ ഉലഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനിടയ്ക്കാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു കടന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ ഇവിടെ അഭയം നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച അവർക്ക് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഇന്ത്യ ഒരുക്കി. അവരുടെ ഓഡിയോ സന്ദേശമാണ് ഡൽഹിയിൽ പ്രദർശിപ്പിച്ചത്. അത് വലിയ രീതിയിൽ ബംഗ്ലാദേശിനെ ചൊടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവരുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരു ഷെയ്ഖ് ഹസീനയെ ഒരു കൊലയാളി, അതായത് കൂട്ടക്കൊലയാളി, മർഡറർ എന്നാണ് അവർ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു മർഡറർക്ക് അവർക്ക് പറയാനുള്ളത് ലോകത്തെ കേൾപ്പിക്കുന്ന ഇന്ത്യയുടെ നടപടി അത് അപലപനീയമാണ്, ഞെട്ടിക്കുന്നതാണ്, അപകടകരമാണ് എന്നുള്ളതാണ് ബംഗ്ലാദേശിന്റെ വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ പുറത്തിറക്കിയ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഒരു തരത്തിലും ഇന്ത്യ ഇത്തരത്തിലൊരു നടപടി ചെയ്യാൻ പാടില്ലായിരുന്നു. നേരത്തെ തന്നെ ഇവർക്ക് ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചപ്പോൾ അവരെ ഇന്ത്യ ബംഗ്ലാദേശിന് കൈമാറണമെന്ന് ബംഗ്ലാദേശ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇന്ത്യ അതിൽ ഒരു കൃത്യമായ നിലപാടെടുത്തു. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാത്രമേ ഇന്ത്യ പ്രവർത്തിക്കൂ, ബംഗ്ലാദേശിലെ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് താല്പര്യമെന്നുള്ളതായിരുന്നു അന്ന് ഇന്ത്യ നൽകിയ മറുപടി. അതിൽ നിന്ന് വ്യക്തമായിരുന്നു ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കാനുള്ള നീക്കം തന്നെയാണ്, അല്ലെങ്കിൽ അത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് എന്നായിരുന്നു അന്ന് തന്നെ പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ ഒരു അല്പം കൂടി കടന്ന്, അതായത് ഇപ്പോൾ ഫെബ്രുവരി 12-ാം തീയതി അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ അവാമി ലീഗിലെ പ്രവർത്തകരെയും രാജ്യത്തെ ബംഗ്ലാദേശിലെ ജനങ്ങളെയും അഭിസംബോധന ചെയ്യാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് വഴിയൊരുക്കി കൊടുത്തതിലൂടെ കൃത്യമായ രീതിയിലുള്ളൊരു നിലപാട് കൂടി ഇന്ത്യ മുന്നോട്ട് വയ്ക്കുകയാണ്. അതായത് ഇപ്പോഴത്തെ ഇടക്കാല സർക്കാരിനെ, അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്ന മുഹമ്മദ് യൂനുസ് സർക്കാരിനെ ഒരു തരത്തിലും ഇന്ത്യ സപ്പോർട്ട് ചെയ്യില്ല, അവരുമായി ഒരു സഹകരണത്തിനും ഇന്ത്യയില്ല. മറിച്ച് അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവാമി ലീഗിന് അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്ക് കൃത്യമായ മുൻതൂക്കം നൽകണം, അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എല്ലാ പിന്തുണയും നൽകണമെന്നുള്ളൊരു നിലപാട് ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ ബംഗ്ലാദേശ് സർക്കാരിനെ അല്ലെങ്കിൽ ഇടക്കാല സർക്കാരിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വരെ ഉലഞ്ഞേക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടെന്നാണ് ബംഗ്ലാദേശിൻ്റെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ ഒരു കടുത്തൊരു നിലപാടിലേക്കാണ് അല്ലെങ്കിൽ നടപടിയിലേക്കാണ് ബംഗ്ലാദേശ് കടന്നിരിക്കുന്നത്. അത്രയും വലിയ രീതിയിലുള്ള അവരെ ചൊടിപ്പിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ പ്രസംഗം എന്ന് പറയുന്നത്. മുഹമ്മദ് യൂനുസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ മുഹമ്മദ് യൂനുസും അദ്ദേഹം നയിക്കുന്ന സർക്കാരും അവിടെ ശ്രമിക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അവരെ എത്രയും വേഗം മുഹമ്മദ് യൂനുസിനെയും ഇടക്കാല സർക്കാരിനെയും ജനങ്ങൾ പുറത്താക്കണമെന്നും കൃത്യമായ രീതിയിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ആഹ്വാനം ചെയ്യാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിലിരുന്ന് കഴിഞ്ഞു. ഒരുപക്ഷെ അവർ ഇന്ത്യയിലായിരുന്നില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞ അത്തരത്തിൽ വലിയ സുരക്ഷയിലാണ് ഇന്ത്യ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയമൊരുക്കിയിരിക്കുന്നത്. അവരെ ഒളിവിടത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഒളിവിടത്തിലിരിക്കുമ്പോഴും അവർക്ക് ബംഗ്ലാദേശിലെ രാഷ്ട്രീയത്തിൽ ഇടപെടാനും അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാനും ഇന്ത്യ അവസരമൊരുക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുകൊണ്ട് തന്നെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഉലയാനും അത് ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം, അതിനെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം നശിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഡെമോക്രസി, അവിടുത്തെ ജനാധിപത്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ബംഗ്ലാദേശിലെ ജനാധിപത്യം അവിടെ ഇല്ലായ്മ ചെയ്തിരിക്കുകയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ഷെയ്ഖ് ഹസീന ഡൽഹിയിൽ പറഞ്ഞത്, അല്ലെങ്കിൽ അവർ പറഞ്ഞ അഭിസംബോധന ഡൽഹിയിൽ ജനങ്ങളെ കേൾപ്പിച്ചത്. അത് ബംഗ്ലാദേശിൽ കൃത്യമായ രീതിയിൽ അവാമി ലീഗിൻ്റെ പ്രവർത്തകർ എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന കലാപങ്ങൾ എത്രയും
വേഗം അവസാനിപ്പിക്കണമെന്നുള്ളൊരു ആഹ്വാനം കൂടി ഷെയ്ഖ് ഹസീന മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അങ്ങനെ രാജ്യത്തിന് പുറത്തു നിന്നുകൊണ്ട് ബംഗ്ലാദേശിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ തങ്ങളുടെ വഴിയിലേക്ക് എത്തിക്കാൻ ഷെയ്ഖ് ഹസീന ശ്രമിക്കുമ്പോൾ അതിന് ഇന്ത്യ എല്ലാവിധ പിന്തുണയും നൽകുന്നു. ഇതാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്. ശരി, അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.